ഫെയ്ഞ്ചാൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആശങ്കകളൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ചെറിയൊരു ആശ്വാസത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. എന്നാലും മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് അതിതീവ്ര ന്യൂനമർദ്ദമായിട്ടുണ്ട്. ഉച്ചയോടെ മാത്രമേ വീണ്ടും വേഗത കൈവരിക്കൂ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നത്. പുതുച്ചേരി, വിഴുപുരം, തിണ്ടിവനം മേഖലകളിൽ കനത്ത മഴയാണ് ലഭിച്ചത്. ചെന്നൈ നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലായ സ്ഥിതിയാണ്. ചുഴലിക്കാറ്റിനെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന ചെന്നൈ, തിരുപ്പതി വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിലെ 6 ജില്ലകളിൽ റെഡ് അലേർട്ടും 12 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നിലനിൽക്കുന്നു. ശ്രീധരനുണ്ട്. ശ്രീധരൻ, ദൃശ്യങ്ങൾ കാണുമ്പോൾ വല്ലാതെ അല്ലേ ഭയം ജനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. കനത്ത കാറ്റ്, വലിയ കുത്തൊഴുക്കൊക്കെ. തമിഴ്നാട്ടിൽ ജനജീവിതം എത്രത്തോളം ബുദ്ധിമുട്ടേറിയതായി മാറിയിട്ടുണ്ട്? ആളുകളെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ മാറ്റേണ്ടി വന്നിട്ടുണ്ടോ? അപകടങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ടോ ശ്രീധരൻ? ദിവിഷ്, നിലവിൽ 4 മരണമാണ് മഴക്കെടുതിയിൽ ഉണ്ടായിട്ടുള്ളത്. പലയിടത്തും മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. വീടുകൾക്ക് മുകളിലേക്ക് മരം കടപുഴകിയൊക്കെ വീണിട്ടുണ്ട്. കൃഷിനാശം കാര്യമായിട്ടുണ്ടായിട്ടുണ്ട്. അതൊരു വശത്ത് നിൽക്കുന്നു. ഏറ്റവും ഇപ്പോൾ അപകട മുനമ്പിൽ നിൽക്കുന്നത് പുതുച്ചേരി മേഖലയാണ്. പുതുച്ചേരിക്ക് സമീപത്ത് വിഴുപുരത്താണ് ഇപ്പോൾ ഈ സൈക്ലോണിൻ്റെ അല്ലെങ്കിൽ ഈ അതിതീവ്ര ന്യൂനമർദ്ദത്തിൻ്റെ സാന്നിധ്യമുള്ളത്. കഴിഞ്ഞ 6 മണിക്കൂറായി സ്റ്റാറ്റിക്കായിട്ട് അത് അവിടെ തന്നെ നിൽക്കുകയാണ്. അവിടെ നിന്നൊരു മൂവ്മെൻറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ, അതായത് 3 ജില്ലകൾ പ്രധാനമായി, തമിഴ്നാട്ടിലെ 2 ജില്ലകൾ, അതുപോലെ തന്നെ പുതുച്ചേരി, വിഴുപുരം, കടലൂർ, അതുപോലെ തന്നെ പുതുച്ചേരി മേഖലകളിലാണ് വലിയ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിഭീകര വർഷപാതമാണ് അവിടെ ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 50 സെന്റിമീറ്റർ മഴയാണ് ഈ വിഴുപുരത്തും പുതുച്ചേരിയിലും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിട്ടുള്ളത്. ഇതൊരു അനൗദ്യോഗിക കണക്കാണ്. ഔദ്യോഗിക കണക്ക് ഇനി വരേണ്ടിയിരിക്കുന്നു. ഇനിയും ഈ സൈക്ലോൺ അല്ലെങ്കിൽ അതിതീവ്ര ന്യൂനമർദ്ദം അവിടെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും മഴ തുടരും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും പുതുച്ചേരിയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് അല്ലെങ്കിൽ വെള്ളപ്പൊക്ക സമാനമായിട്ടുള്ള ഒരു സ്ഥിതിയുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വലിയ മഴ പെയ്യുന്നുമുണ്ട്. ആളുകളെല്ലാം തന്നെ മാറ്റി പാർപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. ഏതായാലും എല്ലാവിധ നടപടികളും എടുത്തിട്ടുണ്ട് എന്നാണ് പുതുച്ചേരി മുഖ്യമന്ത്രി രംഗസ്വാമി അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തമിഴ്നാട്ടിലും ഇതേപോലെ തന്നെ വിഴുപുരം, കടലൂർ, സേലം, കാഞ്ചീപുരം, ധർമ്മപുരി പോലുള്ള ജില്ലകളിൽ ഈ പ്രഭാവം കാര്യമായിട്ട് തന്നെ മഴയ്ക്ക് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പറയുമ്പോൾ തന്നെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം, ചെന്നൈയിൽ കാര്യമായിട്ട് സ്ഥിതിഗതികൾക്ക് വ്യത്യാസമുണ്ട്. ചെന്നൈ സാധാരണ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സാധാരണ നിലയിലേക്ക് മടങ്ങി വരുന്നു. റോഡ്, വ്യോമ, റെയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ആയിട്ടുണ്ട്. അതായത് നഗരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ വെള്ളം ഒഴിഞ്ഞിട്ടുണ്ട്. 8 തുരങ്കപാതകളിൽ ഇന്നലെ വെള്ളം കയറിയിരുന്നു. ഇന്ന് ആ തുരങ്കപാതകളെല്ലാം തന്നെ ഗതാഗത യോഗ്യമായിട്ടുണ്ട്. പക്ഷേ താഴ്ന്ന പ്രദേശങ്ങൾ, ചെന്നൈയുടെ സബർബിലേക്ക് പോകുമ്പോഴുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളമുണ്ട്. അതുപോലെ തന്നെ കോടമ്പാക്കത്തിൻ്റെ മേഖലകളിൽ, സുബ്രഹ്മണ്യ നഗർ പോലുള്ള മേഖലകളിലൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇപ്പോഴും വീടുകളിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ഇതോടൊപ്പം തന്നെ വാഹനങ്ങൾ നിരവധി ഈ വെള്ളക്കെട്ടിൽ പെട്ട് കിടക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ചെന്നൈയിൽ ഇപ്പോഴും ഉണ്ട്. ഏതായാലും വലിയ തോതിൽ കാറ്റ് വീശുന്ന ഒരു സ്ഥിതി ചെന്നൈയുടെ സബർബ് മേഖലയിൽ, പ്രത്യേകിച്ച് ചെങ്കൽപ്പെട്ട് പോലുള്ള ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. OMR റോഡിലും ECR റോഡിലും, അതായത് ഓൾഡ് മഹാബലിപുരം റോഡിലൊക്കെ ഗതാഗതം ഭാഗികമായിട്ടൊക്കെ പുനഃസ്ഥാപിക്കാൻ ആയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ചെന്നൈ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിലേക്ക് 1 മണിയോടുകൂടി തന്നെ സാധാരണഗതിയിലേക്ക് എത്തിയിരുന്നു. വ്യാസർപാടിക്ക് സമീപം റെയിൽവേ ലൈനിൽ ട്രാക്കിൽ വെള്ളം കയറിയതിനെ തുടർന്ന് MGR സെൻറ്ററിലേക്കുള്ള, അതായത് ചെന്നൈയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ട്രെയിനുകൾ ഗതാഗതം നിർത്തിവെച്ചിരുന്നു. ഏതായാലും അതും പുനഃസ്ഥാപിക്കാൻ ആയിട്ടുണ്ട്. ഇങ്ങനെ ചെന്നൈ സാധാരണ രീതിയിലേക്ക് വരുന്നു. ഇപ്പോൾ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എങ്കിലും താറുമാറാകുന്ന വിധത്തിലേക്ക് കാലാവസ്ഥ പോയേക്കാം എന്ന തരത്തിലുള്ള അറിയിപ്പൊന്നുമില്ലല്ലോ. ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നത്. ഈ കാറ്റിന് വേഗത ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വർദ്ധിക്കാം എന്നുള്ള അറിയിപ്പുകളൊക്കെ വരുന്നുണ്ട്. ആ തരത്തിൽ എന്തെല്ലാം നിർദ്ദേശങ്ങൾ ഓരോ ജനങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്?
അതായത് ചെന്നൈ സാധാരണ നിലയിലേക്ക് വരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. പ്രത്യേകിച്ച് ഈ സൈക്ലോണിന് ഈ ചുഴലിക്കാറ്റിന് ഒരു അപ്രവചനീയതയുണ്ട്. അതായത് ആദ്യം ഇതൊരു ചുഴലിക്കാറ്റാവില്ല, തീവ്ര ന്യൂനമർദ്ദമായി തന്നെ നിലനിൽക്കും എന്ന് ആയിരുന്നു അറിയിപ്പ്. പിന്നീട് വെള്ളിയാഴ്ച ഉച്ചയോടുകൂടിയാണ് ഇത് ചുഴലിക്കാറ്റാകുമെന്നുള്ള അറിയിപ്പ് വന്നത്. ഇത് ചുഴലിക്കാറ്റായി അതിനുശേഷം കര തൊടുന്നത് സംബന്ധിച്ച് ആദ്യം നൽകിയ സമയത്തല്ല, ആദ്യം നമ്മൾ മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്ന സമയത്തല്ല ഇത് കരതൊട്ടത്. ഏതാണ്ട് രാത്രി 11:30 കൂടിയാണ് ഇതിൻ്റെ കേന്ദ്രഭാഗം പുതുച്ചേരി ഭാഗത്തേക്ക് വന്നത്. ഇപ്പോഴും ഔദ്യോഗിക കണക്കനുസരിച്ച് ഇത് പൂർണ്ണമായും കരയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു. അതിനുശേഷം സ്റ്റാറ്റിക്കായിട്ട് വിഴുപുരത്തിന് സമീപം നിൽക്കുന്നു എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക്. പക്ഷേ മറ്റൊരു കാര്യം ചില കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ പറയുന്നുണ്ട്, ഇപ്പോഴും ആ ചുഴലിക്കാറ്റിൻ്റെ സ്വഭാവം അത് പൂർണ്ണമായും മാറിയിട്ടില്ല എന്ന് ചില കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ പറയുന്നുണ്ട്. അതിനാലാണ് ഇപ്പോൾ ഈ പുതുച്ചേരിയിലും വിഴുപുരത്തും കടലൂരിലുമൊക്കെ ഇങ്ങനെ മഴ കാര്യമായി തന്നെ തുടരുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ഈ വിഴുപുരത്തിന് സമീപത്ത് നിന്ന് ഈ അതിതീവ്ര ന്യൂനമർദ്ദത്തിൻ്റെ സ്ഥാനം മാറും, വ്യതിയാനം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനുശേഷം മാത്രമേ ഈ പുതുച്ചേരിയിലെയും വിഴുപുരത്തെയും കടലൂരിലെയും എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു കണക്കൊക്കെ ലഭ്യമാകൂ. ഏതായാലും നമ്മൾ ഈ ദൃശ്യങ്ങൾ, ആകാശ ദൃശ്യങ്ങളൊക്കെ പുതുച്ചേരിയുടെ കാണുമ്പോൾ തന്നെ ഏതാണ്ട് ആ ഭാഗം മുഴുവൻ വെള്ളത്തിനടിയിലായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഈ പുതുച്ചേരി ആവട്ടെ തമിഴ്നാടാകട്ടെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചുഴലിക്കാറ്റിനെയോ വെള്ളപ്പൊക്കത്തിനെയോ